എല്ലാവർക്കും ഷിജിലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരു ബാറ്റർ കൊണ്ട് 2 ഫ്ലേവറിലെ കേക്കാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നാല് കോഴിമുട്ട ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ കോഴിമുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കോഴിമുട്ട നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്ത് നന്നായി അരിച്ചെടുത്തതാണ്. ഇനി മൈദ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ മൈദ 3 പ്രാവശ്യം ഇട്ട് കൊടുത്ത് നന്നായി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് കേക്കിൻ്റെ ബാറ്റർ പകുതിയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ഡ്രോപ്സ് ഓറഞ്ചിൻ്റെ എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ഡ്രോപ്സ് പിസ്ത എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ രണ്ടും നന്നായി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഫോയിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ കേക്ക് ടിന്നിൻ്റെ സെൻറ്ററിലായിട്ട് അലുമിനിയം ഫോയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പിസ്ത എസൻസ് ചേർത്ത് കൊടുത്ത ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പിസ്ത എസൻസ് ചേർത്ത ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓറഞ്ച് ഫ്ലേവർ ചേർത്ത് കൊടുത്ത ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഫോയിൽ ഇതിൽ നിന്ന് മാറ്റാം. ഇനി ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ചൂടായ പാനിലേക്ക് കേക്ക് ടിന്ന് വെച്ച് കൊടുത്തൊരു 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. 40 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട്. കേക്ക് ബേക്ക് ആയാൽ നോക്കാം. കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ കേക്കിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി കേക്ക് ടിന്നൊന്ന് മാറ്റാം. ഇനി കേക്കിൻ്റെ ബട്ടർ പേപ്പർ മാറ്റാം. ഇപ്പോൾ കേക്കിൻ്റെ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ടുണ്ട്. ഒരു ബാറ്റർ കൊണ്ട് 2 ഫ്ലേവറുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ കേക്ക് ഞാൻ 2 ലെയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.